ഇങ്ങനെ ഒരു പേപ്പറിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിതിന് വേണ്ടത് പശയൊന്നും വേണ്ട, ഒരു പേപ്പർ മാത്രം മതി. ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഒരു ഓർഗനൈസർ ഉണ്ടാക്കി നോക്കാം. ഈ ഓർഗനൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആകപ്പാടെ യൂസ് ചെയ്തിട്ടുള്ള 3 സാധനങ്ങളാണ് ഈ കാണുന്ന A4 ഷീറ്റിൽ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലാക്കിയ പേപ്പർ. ദെൻ ഇത് സ്ക്വയർ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സീസർ യൂസ് ചെയ്തു. ദെൻ ഞാൻ ഉപയോഗിച്ചത് ഒരു സെല്ലോ ടേപ്പിൻ്റെ കുഞ്ഞ് പീസ്, അത് നമുക്ക് ലാസ്റ്റ് വേണ്ടി വരും. ദെൻ നമ്മൾ ഈ കാണുന്ന പോലെയൊക്കെ മടക്കി കൊടുക്കുക. സംഭവം സിമ്പിളാണ്, ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. മെല്ലെ മെല്ലെ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കിയാൽ സെറ്റാണ്. ഞാൻ പിൻട്രസ്റ്റിൽ കണ്ട ഒരു ഓർഗനൈസറാണ്. ഇത് ഉണ്ടാക്കിയൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ. ബിക്കോസ് കുട്ടികൾക്കൊക്കെ വേഗം ഒരു ഓർഗനൈസർ ഉണ്ടാക്കുക എന്നുള്ള സെറ്റപ്പ് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെ മടക്കി കൊടുത്തില്ലേ, ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓർഗനൈസർ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ്. അതിനെ മടക്കി കൊടുത്തിട്ട് ഉള്ളിലേക്കാക്കി കൊടുക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റ് വരുന്ന ഒരു സൈഡിലെ പോർഷൻ ഇങ്ങനെ പൊങ്ങി നിൽക്കും. ആ പൊങ്ങി നിൽക്കലൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടേപ്പിൻ്റെ ഒരു കുഞ്ഞ് പീസ് വെച്ചിട്ട് 2 സൈഡും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ദെൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു കുട്ടപ്പത്തി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റെഡ് കളർ ബോ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഓർഗനൈസർ സെറ്റ് ആയിട്ടുണ്ട്. ഇത് ടേബിളിൻ്റെ മൂലക്കൽ എവിടെയെങ്കിലൊക്കെ വെക്കുക, അതിൽ ഓരോ സാധനങ്ങളൊക്കെ വെക്കുക, നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.